പൊൻകുന്നം ഇടത്തംപറമ്പ് പ്രദേശത്തെ കുടുംബങ്ങളുടെ ഐക്യത്തിനും പുരോഗതിക്കുമായി രൂപീകരിച്ച സംഘടനയാണ് ഇടത്തംപറമ്പ് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ. 2011 ഒക്ടോബർ മാസത്തിലാണ് ഇടത്തംപറമ്പ് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ രൂപീകരിച്ചത്. ഇടത്തംപറമ്പ് മുള്ളോങ്കൽ MV ലൂക്കോസിന്റെ വസതിയിൽ ചേർന്ന യോഗത്തിലാണ് പ്രദേശത്തെ കുടുംബങ്ങളുടെ കൂട്ടായ്മയ്ക്കായി ഒരു സംഘടന രൂപീകരിക്കണമെന്ന ആശയം പിറന്നത്. തുടർന്ന് ഏവരുടെയും അഭിപ്രായം സ്വരൂപിച്ച് ഇടത്തംപറമ്പ് വെൽഫെയർ അസോസിയേഷൻ എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിച്ചു. കുര്യൻ എബ്രഹാം പിറ്റത്താങ്കിലായിരുന്നു ആദ്യ പ്രസിഡന്റ്. തോമസ് ജോസഫ് ആര്യാടൻ പാക്കൽ ആദ്യ സെക്രട്ടറിയായി. തുടർന്ന് VM ജോൺ വയലുങ്കൽ, TG സത്യപാൽ തെക്കേ പൊട്ടങ്കൽ, മാത്യു ലൂക്കോസ് കുമ്പുക്കൽ, MG ജോർജ് മണക്കാട്ട്, KV ജോസഫ് കാനാട്ട്, പരേതനായ TN രാമചന്ദ്രൻ പിള്ള താളിയാനിൽ, V രാധാമണി പയ്യനാനിക്കൽ എന്നിവർ പ്രധാന ഭാരവാഹികളായി. ഇക്കഴിഞ്ഞ 14 വർഷങ്ങൾ കൊണ്ട് മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെക്കാൻ അസോസിയേഷന് കഴിഞ്ഞു. പ്രളയകാലത്തും കോവിഡ് കാലത്തും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചു. സൗഹൃദം, സുരക്ഷ, ശുചിത്വം, പരിസ്ഥിതി സംരക്ഷണം, ഇങ്ങനെ പോകുന്നു ലക്ഷ്യങ്ങൾ. 2021 മാർച്ച് 21 അസോസിയേഷന്റെ ഓഫീസ് ഡോക്ടർ N ജയരാജ് ഉദ്ഘാടനം ചെയ്തു. ടൗണിനോട് തന്നെ ചേർന്ന് വളരെ മനോഹരമായ ഒരു അന്തരീക്ഷത്തിൽ ഈ കെട്ടിടം കൂടി ഇവിടെ നമ്മളൊരു ഓഫീസ് മന്ദിരം ഇവിടെ പ്രവർത്തനങ്ങൾ സജ്ജമാകുമ്പോൾ അത് സജ്ജമാകുന്നതിൽ ഈ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊർജം പകരാനും അതോടൊപ്പം തന്നെ ഈ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മറ്റിതര പ്രവർത്തനങ്ങൾക്ക് ഒരുപക്ഷെ നാളുകളിൽ നേതൃത്വം ഏറ്റെടുക്കാനും ഒക്കെ തന്നെ ഈ മറ്റിതര പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ഓഫീസിൻ്റെ സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് അവരെ സഹായിക്കാനോ അല്ലെങ്കിൽ അവർക്ക് മറ്റ് സഹായ സഹകരണങ്ങളൊക്കെ തന്നെ നൽകാനും ഒക്കെയുള്ള നല്ലൊരു വേദിയായിട്ട് യഥാർത്ഥത്തിൽ മാറ്റിയെടുക്കാൻ കഴിയും. അപ്പോൾ അതിനുള്ള സൗകര്യം കൂടി യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ഓഫീസ് പൂർത്തിയതിൻ്റെ ഒരു ഉദ്ഘാടന സന്ദർഭത്തിൽ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. KK വിജയകുമാർ പ്രസിഡന്റും റെജി J ജോൺ സെക്രട്ടറിയുമായി 22 അംഗ ഭരണസമിതിയാണ് ഇപ്പോഴുള്ളത്. ഈ വർഷത്തെ ഓണക്കാലവും അസോസിയേഷനിലെ അംഗങ്ങൾക്ക് ഓർമ്മയിൽ സൂക്ഷിക്കാനുള്ള ആഘോഷമായി. അസോസിയേഷന്റെ ഇടത്തംപറമ്പിലെ ഓഫീസ് അങ്കണത്തിൽ നടന്ന ഓണാഘോഷം ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജാണ് ഉദ്ഘാടനം ചെയ്തത്. ഇതുപോലെയുള്ള ഒരുമയുടെ ആഘോഷം എന്നും മനസ്സിൽ സൂക്ഷിക്കാൻ കഴിയുമെന്ന് ഡോക്ടർ N ജയരാജ് പറഞ്ഞു. മലയാളി പരാജയപ്പെട്ടവരെയാണ് യഥാർത്ഥത്തിൽ വരവേൽക്കുന്നത്. നമുക്കറിയാം, ഭൂമിയിൽ നിന്ന് പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തപ്പെട്ട ഒരു ചക്രവർത്തിയുടെ കഥയുണ്ടല്ലോ. ആ കഥയിൽ പരാജിതനായി മടങ്ങിപ്പോയ ചക്രവർത്തിയാണ് പാതാളത്തിലേക്ക്. പക്ഷെ അദ്ദേഹം ഒരിക്കൽ മടങ്ങി വരുമ്പോൾ പരാജിതനെ വരവേൽക്കാൻ മലയാളിക്ക് മാത്രമേ ലോകത്ത് കഴിയൂ. അതിൻ്റെ കാരണം അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത്, കേരളം എപ്പോഴും തമസ്കരിക്കപ്പെട്ടവൻ്റെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവൻ്റെയും എപ്പോഴും സമൂഹത്തിലെ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവൻ്റെയും പിന്തള്ളപ്പെട്ടവൻ്റെയും പരാജയപ്പെട്ടവൻ്റെയും കൂടെയായിരുന്നു മലയാളി. നമ്മുടെ ഒരു മലയാളി മനസ്സങ്ങനെ രൂപപ്പെട്ടതാണ്. ഇന്നും ഇന്നലെയല്ല, പണ്ട് തൊട്ടേ നമുക്ക് അങ്ങനെ ഉണ്ട്. അപ്പം അങ്ങനെ രൂപപ്പെട്ടവരൊരു പക്ഷേ ഈ ആഘോഷങ്ങൾക്ക് വലിയൊരു പങ്ക് കാണും. പരാജയപ്പെട്ടവനെ വരവേൽക്കാൻ നിൽക്കുന്ന മലയാളിയുടെ ഒരു മനസ്സായിരിക്കാം സമൂഹത്തിലെ പിന്തള്ളപ്പെട്ടവനോടൊപ്പം നിൽക്കാൻ നമ്മളെ പ്രേരിപ്പിച്ചതിൻ്റെ ഒരു മനോവികാരം അല്ലെങ്കിൽ ചേതോവികാരം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതും ഒരു ഘടകമായിരിക്കും. അങ്ങനെ ഓണം ഒരുപാട് അർത്ഥതലങ്ങൾ ചേരുന്ന ഒരു അവസ്ഥയാണ്. കാരണം ഒരു ദിവസത്തെ ആഘോഷത്തിൻ്റെയോ ഒരു ഊണിൻ്റെയോ ഒരു മയക്കത്തിൻ്റെയോ ഒക്കെ അപ്പുറത്ത് അത് ഉൾക്കൊള്ളുന്ന ഒരു വലിയ സങ്കല്പമുണ്ട്. ആ സങ്കല്പമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് ഒരുമയുടെ സങ്കല്പമാണ്. ഒന്നായി കാണാൻ കഴിയുന്ന മഹത്തരമായ, ലോകത്തെ മുഴുവൻ ഒരു കിളിക്കൂടായി കണ്ട മഹത്തരമായൊരു പാരമ്പര്യത്തിൻ്റെ ബാക്കിപത്രങ്ങളാണ് ഞാനും നിങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ അത് അങ്ങനെ കാണാൻ കഴിഞ്ഞ ഒരു ചിന്ത നമ്മുടെ രൂപപ്പെട്ടതാണ് സത്യത്തിൽ ഈ ഓണത്തിൻ്റെ ആഘോഷമെന്ന് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാൻ കഴിയും. ഏതായാലും നമ്മൾ അതിനെ ഇപ്പോഴും വിട്ടിട്ടില്ല. അവസ്ഥയിൽ കൊണ്ടും കഴിയുമായി കിടക്കുകയാണ്. ഓട്ടോറിക്ഷകൾക്ക് പോലും ഈ റോഡിൽ ഓട്ടം വരാൻ വിസമ്മതിക്കുകയാണ്. ഇത് ഏതാണ്ട് പാമ്പ്ളാനിപ്പടി വരെയാണ് നമുക്ക് എത്താൻ കഴിയുന്നത്. ഇത്തവണ പഞ്ചായത്ത് അനുവദിച്ചിരിക്കുന്നത് 15 ലക്ഷം രൂപയാണെന്നാണ്. ബഹുമാനപ്പെട്ട 17 ലക്ഷം രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും എവിടെ വരെ തീരുമെന്നുള്ള കാര്യം നമുക്കറിയാം. അതുകൊണ്ട് പഞ്ചായത്തും MLAയും കൂടി ഒരുമിച്ചിട്ട് തന്നെ തീർച്ചയായിട്ടും ഈ റോഡ് കംപ്ലീറ്റ് ചെയ്യാൻ നെല്ലിമൂടി പടി തൊട്ട് 20-ാം മൈൽ വരെ 20-ാം മൈൽ ഞാൻ പറഞ്ഞത് എത്ര വേണമെങ്കിലും ഓക്കെ, തീർച്ചയായിട്ടും സ്വാഗതം ചെയ്യും. സർവ്വവിജ്ഞാനകോശം ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ മ്യൂസ് മേരി ജോർജ് മുഖ്യ പ്രഭാഷകയായി. നമ്മൾ
ഉയർന്ന നേട്ടങ്ങളുള്ള, മനുഷ്യരെ പരസ്പരം ചേർത്ത് പിടിക്കുന്ന കാഴ്ചകളും അനുഭവങ്ങളും സ്പർശങ്ങളും ഒക്കെയുള്ള, ജനാധിപത്യ ബോധമുള്ള, നീതിബോധമുള്ള, സത്യമുള്ള മനുഷ്യരെക്കുറിച്ചും ആ സമൂഹത്തെക്കുറിച്ചുമുള്ള മലയാളിയുടെ സ്വപ്നം വീണ്ടും വീണ്ടും സ്വപ്നം കാണുന്നു. വീണ്ടും വീണ്ടും ആ സ്വപ്നത്തിൽ നിന്ന് യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ ഉണരുന്നു. ഇതാണ് പൊതുവെ ഈ മലയാളിയുടെ ജീവിത ചക്രത്തിലുള്ളത്. ഓണത്തിൽ ഇത്തരം ഒരു തിരിച്ചുവരവുണ്ട്. വസന്തവോ വിളവോ നന്മയോ ഒക്കെ ആഗ്രഹിക്കുന്ന മനുഷ്യർ നിർമ്മിച്ചിരിക്കുന്ന, സ്ഥിരമായി പാതാളത്തിൽ ജീവിക്കാത്ത, തിരിച്ചുവരവുകൾ, സെക്കൻഡ് കമ്മിങ്, അതൊരു വളരെ നല്ല ആശയമാണ് പലപ്പോഴും. ചിറക്കടവ് പഞ്ചായത്ത് അംഗങ്ങളായ NT ശോഭന, അഡ്വക്കേറ്റ് സുമേഷ് ആൻഡ്രോസ്, ഷാക്കി സജീവ്, തിരക്കഥാകൃത്തും നാട്ടുകാരനുമായ ബിപിൻ ചന്ദ്രൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. സമ്മാനം ഏറ്റുവാങ്ങാൻ വന്നിട്ടുള്ള ആൾക്കാരല്ലാതെ നോക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഗ്രൂപ്പിൽപ്പെട്ട ഒരാളാണ്. എനിക്ക് ശേഷം ജസ്റ്റിനൊക്കെ ഉണ്ട്, കലാകാരനായിട്ടുള്ള വരകിലെ ജസ്റ്റിനൊക്കെ ആയിരിക്കും ഏറ്റവും പ്രായം കുറഞ്ഞ തലമുറയിലുള്ള. അതിനുശേഷം കുറ്റിയേറ്റിരിക്കുകയാണ്. ഇത് ഒരു വൃദ്ധസദനമായി തീരാനായിട്ട് വലിയ കാലപ്പഴക്കമൊന്നുമില്ല. ഇപ്പോൾ തന്നെ ഏകദേശം ഒരു വൃദ്ധസദനമാണ്. ഞാനൊക്കെ തന്നെ വൃദ്ധനായി കഴിഞ്ഞു. 48 വയസ്സെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ജീവിതത്തിൻ്റെ അളവ് വെച്ച് നോക്കുമ്പോൾ ഞാനും ജസ്റ്റിനും ഒക്കെ കിളവന്മാരായ ആൾക്കാരാണ്. അപ്പം അതിനുശേഷം ഇവിടെ യുവാക്കളില്ലേ? ഞങ്ങൾ നടന്നിരുന്ന കാലത്ത് പണ്ട് യുവധാര എന്ന് പറയുന്ന ഒരു ക്ലബ്ബുണ്ടായിരുന്നു. അനിച്ചേട്ടനുമൊക്കെ നടത്തിയിരുന്ന യുവധാര ക്ലബ്ബ്, ഇടപ്പമ്പറമ്പ് വായനശാല നടത്തിയിരുന്ന പരിപാടികൾ. അവിടെയൊക്കെ ചെറുപ്പക്കാരുടെ വലിയൊരു നിര നമുക്ക് കാണാമായിരുന്നു. ഇന്നിപ്പോൾ മധ്യവയസ്കരുടെയും അതിന് മുകളിലോട്ടുള്ള ആൾക്കാരുടെയും നേതൃത്വത്തിലാണ്. അന്നത്തെ ചെറുപ്പക്കാരാണ് ഇന്നും പരിപാടികൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. ഇന്നത്തെ ചെറുപ്പക്കാരൊക്കെ എങ്ങോട്ടോ പോയി കഴിഞ്ഞു. അപ്പോൾ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഈ നമ്മുടെ റോഡ് വികസനത്തിൻ്റെ കാര്യം പറയുമ്പോൾ അന്ന് ശ്രമദാനം നടക്കുന്ന സമയത്ത് ഞങ്ങളുടെയൊക്കെ പറമ്പിൻ്റെ ഭാഗം മതിലിടിച്ചിട്ട് റോഡിൻ്റെ വീതി കൂട്ടാൻ വേണ്ടിയിട്ട് കൊടുത്താണ്. അപ്പോൾ തമ്പി എന്ന് പറയുന്ന മരിച്ചുപോയ ബാബുരാജ് എന്ന് പറഞ്ഞ പ്രമേഹം അദ്ദേഹം മരിച്ചുപോയിരുന്നു, ബാബുരാജ്. അപ്പോൾ ബാബുരാജിൻ്റെ അളിയനാണ് തമ്പി എന്ന് പറയുന്ന മാമൂളുകാരനും ബാബുരാജും കൂടി അന്നത്തെ കൊച്ചൂട്ടി മിസ്ത്രിയും കൂടി ഈ മതിലിടിച്ചിട്ട് അടുത്ത കയ്യാല പണിതുകൊണ്ടിരിക്കുമ്പോൾ ഒരു കല്ല് ഇങ്ങനെ ഇളകിയിട്ട് പണിക്ക് അങ്ങോട്ട് ശരിയാകുന്നില്ല. അപ്പോൾ ഈ തമ്പി എന്ന് പറയുന്ന ആള് അലവാങ്കിലൊരു കുത്തിയിട്ട് ഇതൊരുമാതിരി മറ്റേടത്തെ കല്ലാണല്ലോ, ഏണ കോണ ശങ്കരച്ചേട്ട എന്നിരിക്കുന്നു. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ഈ ഡയലോഗ് കേൾക്കുന്നത്. ഈ ഡയലോഗ് പിന്നീട് ബെസ്റ്റ് ആക്ടർ എന്ന് പറയുന്ന സിനിമയിൽ മമ്മൂട്ടി പറയുമ്പോൾ ആ ക്രെഡിറ്റ് എൻ്റെ അല്ല, ഈ നാട്ടുകാരുടേതാണ്. അങ്ങനെ ഈ നാട്ടിൽ നിന്ന് ആർജിച്ചെടുത്തിട്ടുള്ള, ഈ നാടിൻ്റെ പദസമ്പത്ത് ഉപയോഗിച്ചിട്ട്, ഈ നാടിൻ്റെ വൊക്കാബുലറി ഉപയോഗിച്ചുകൊണ്ട്, ഈ നാടിൻ്റെ ശൈലി ഉപയോഗിച്ചുകൊണ്ട് അരിക്കാശ് സമ്പാദിച്ചിട്ടുള്ള, അരിക്കാശല്ല ബിരിയാണി കാശ് സമ്പാദിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഇതൊന്നും ഒരു സുപ്രഭാതത്തിൽ പൊട്ടിവിരിഞ്ഞ് വിഭിന്നതര ഒരു മഹാനായിട്ട് അങ്ങ് വിടരുന്നതൊന്നുമല്ല. ഒരു നാട് ഒരുത്തനെ പരുവപ്പെടുത്തി എടുക്കുന്നതാണ്. ഈ മണ്ണിൻ്റെ ഈ മാറിൽക്കൂടി ചവിട്ടി നടന്നുകൊണ്ട് സംഭരിച്ചെടുത്തവയാണ് പിന്നീട് യശസ്സായിട്ട്, പണമായിട്ട്, പ്രശസ്തിയായിട്ട്, നമ്മുടെ സ്വപ്നങ്ങൾ പൂണിയുന്ന ഒരുപാട് കാര്യങ്ങളായിട്ടൊക്കെ വിരിഞ്ഞിട്ടുള്ളത്. അപ്പം അങ്ങനെ പൊൻകുന്നമെന്ന് പറയുമ്പോൾ ചില ആൾക്കാർക്കെങ്കിലും അത് സുഹൃത്തായ ബിപിൻ ചന്ദ്രൻ്റെ നാട് എന്നുള്ള ഒരു ലേബൽ പതിയാൻ ഇടയായി എന്നുള്ളതിൽ എനിക്ക് അഭിമാനമുണ്ട്. ഈ അഭിമാനത്തിനൊരു കാരണമല്ല, പ്രധാനപ്പെട്ട കാരണം ഈ മണ്ണിൽ നിന്ന് ഞാൻ വലിച്ചെടുത്ത വെള്ളവും വളവും ഊർജവും ഒക്കെയാണ്. അങ്ങനെ ആ ഊർജം കൊണ്ടാണ് ഒരു ചെടിയിൽ നിന്ന് മരം വളരുന്നത് പോലെ എൻ്റെ സർഗയാത്രയിൽ ഓരോ ചെറിയ ചെറിയ നേട്ടങ്ങളിലേക്ക് ഞാൻ എത്തി. അപ്പോൾ ഇപ്പോഴും എനിക്ക് പരിചയമില്ലാത്ത പുതിയ തലമുറയുണ്ട്, പഴയ തലമുറയുണ്ട്. ഇതിനകത്ത് ഒരു ലിങ്കായി ഇപ്പോഴും ഇവിടെ ജീവിച്ചിരിക്കുന്ന ചുരുക്കം ചില മനുഷ്യരിൽ, എൻ്റെ തലമുറയിൽപ്പെട്ട ചുരുക്കം ചില മനുഷ്യരിൽ ഒരാളായിട്ട് നിൽക്കുമ്പോൾ ഞാൻ കൃതാർത്ഥനാണ്. എൻ്റെ ചേട്ടൻ അമേരിക്കയിൽ പോയി ജീവിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരിക്കലും അമേരിക്കയിൽ പോകാനോ കാണാനോ ഉള്ള കൊതി തോന്നിയിട്ടില്ല. എനിക്ക് ഈ നാട്ടുമണമുള്ള വഴികളിൽ കൂടി നടക്കാൻ തന്നെയാണ് താല്പര്യം. എനിക്ക് സുഖമായി ഈ നാട് വിട്ട് എറണാകുളത്തേക്കോ അല്ലെങ്കിൽ എൻ്റെ തൊഴിൽപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഗുണകരമായ മറ്റൊരു ഇടത്തേക്കോ നീങ്ങിയാൽ വളരെ സമയലാഭമുണ്ടാകും. പക്ഷേ എത്ര സമയം ലാഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും എൻ്റെ മണ്ണ് ഇതാണെന്നും എനിക്ക് ഇവിടെ തന്നെ തുടരണം. ചിലപ്പോൾ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ ഇവിടുന്ന് പറിച്ച് നടേണ്ടി വന്നേക്കാം, അറിയില്ല. ഓരോ സാഹചര്യങ്ങളിൽ നമുക്ക് എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ കഴിയുക എന്നുള്ളത് അറിയില്ല. ഇപ്പോൾ 89 വയസ്സുള്ള അമ്മ ഓർമ്മയില്ലാതെ വീട്ടിലുണ്ട്. ഈ 89ാമത്തെ ഓർമ്മയില്ലാത്ത കാലത്തും അവർ ഈ മണ്ണിൽ തന്നെയുണ്ട്.
എന്ന് പറയുന്നത് പോലെ ഓർമ്മ അറ്റുപോകുന്ന ഒരു കാലത്തും നമ്മുടെയൊക്കെ ഓർമ്മയ്ക്കൊക്കെ എത്ര ആയുസ്സുണ്ടാകും എന്നുള്ളത് പറയാൻ പറ്റില്ല. നാളെ ഈ റോഡിൽ കൂടെ നടക്കുമ്പോൾ ഒരു പാണ്ടിലോറി ഇടിച്ച് നമ്മുടെ സ്മരണകൾ വേണമെങ്കിൽ പോകാം. കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വിഷുവിനായിരുന്നു ഒരു വീഴ്ചയ്ക്ക് ശേഷം എൻ്റെ ഓർമ്മ 6 മണിക്കൂർ കട്ടായിപ്പോയി. 6 മണിക്കൂർ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അറിയില്ല. ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന്. അപ്പോൾ സ്റ്റിച്ച് ഇടാനായിട്ട് 26 ആശുപത്രിയിൽ നിൽക്കുമ്പോൾ ഡോക്ടറോടൊക്കെ ഞാൻ ഭയങ്കര കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്, എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഡോക്ടറും എന്നോട് പറയുന്നുണ്ട് എൻ്റെ തലയിൽ പച്ചയ്ക്ക് സ്റ്റിച്ചിട്ടതൊന്നും ഞാൻ അറിയുന്നതേ ഇല്ല. എൻ്റെ തലച്ചോറിൻ്റെ ഓട്ടിയിലൂടെ സൂചി പായുമ്പോൾ ഞാൻ കൊച്ചുവർത്തമാനവും പൊളിറ്റിക്സും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓർമ്മ എന്ന് പറയുന്നതിന് ഇത്ര ആയുസ് അല്ലെങ്കിൽ ഇത്ര ദൈർഘ്യമൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഓർമ്മയില്ലാ കാലത്തിലേക്ക് ചിലപ്പോൾ പോകുമ്പോൾ എന്നെ ഇവിടുന്ന് പറിച്ചു നട്ടേക്കാം എൻ്റെ അനന്തരാവകാശികൾ, അല്ലെങ്കിൽ അന്ന് അധികാരത്തിലിരിക്കുന്ന കാര്യങ്ങൾ തീരുമാനിക്കാൻ ശേഷിയുള്ള എൻ്റെ മക്കളായിരിക്കാം, കൊച്ചുമക്കളായിരിക്കാം, ആരുമായിരിക്കാം. അവരൊരു പക്ഷേ ഇവിടുന്ന് പറിച്ചു നടക്കാം. പക്ഷേ എൻ്റെ വേരുകൾ ഈ മണ്ണിൽ തന്നെയാണ്. ഇവിടെ നിന്ന് പറഞ്ഞിട്ട് ഒരു ജീവിതമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അല്ലെങ്കിൽ ഇവിടെ വേരുറപ്പിച്ച് പാർക്കാൻ തന്നെയാണ് എൻ്റെ ഇഷ്ടം. അതിന് ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള നഷ്ടങ്ങളൊക്കെ ഉണ്ടാവും. ഈ നാട്ടിൽ ജീവിക്കൽ അത്ര എളുപ്പമുള്ള കാര്യവുമല്ല വരും കാലങ്ങൾ. നമ്മൾ ഒരു പറമ്പിന് നടുക്കുള്ള ഒരു വീട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റില്ല. ഒന്നാമത് കാരണവരുണ്ടാക്കിയിട്ടിരിക്കുന്നത് പടപണ്ടാരം പോലത്തെ ഒരു വീടാണ്. പണ്ട് പാര എന്ന് പറഞ്ഞ ഒരു കഥയുണ്ടായിരുന്നു. എം പി നാരായണപിള്ളയുടെ VP ശിവകുമാറിൻ്റെ ഒരു കഥയുണ്ടായിരുന്നു. അപ്പോൾ കാരണവർ മരിക്കാൻ സമയത്ത് പറയുന്നു, എനിക്കൊരു ആഗ്രഹമുണ്ട്, എൻ്റെ ബാക്കിൽ ഒരു പാര അടിച്ച് കയറ്റി വെച്ചേക്കണം എന്ന് മക്കളോട് പറയുന്നു. അന്ത്യാഭിലാഷമല്ലേ എന്ന് കണ്ട് മക്കളത് ചെയ്യും. പക്ഷേ ചവടത്തിന് മുമ്പ് വിവാദമായി, കോലാഹലമായി. മക്കൾ സ്വത്തിന് വേണ്ടി ഇങ്ങനെ പാര കയറ്റി കൊന്നതാണ് എന്ന് പറയുന്നു. മക്കൾക്കിട്ട് പാര വെച്ചിട്ട് പോയൊരു കാരണവരെന്ന് പറയുന്നത് പോലെ എൻ്റെ കാരണവർ എനിക്ക് തന്ന ഒരു കൊടും പാരയായിരുന്നു ആ വീട്. അതാർക്കും എഴുതി വെച്ചിട്ട് പോലുമില്ല. പക്ഷേ അതിൻ്റെ മെയിൻ്റനൻസ് എന്ന് പറയുന്ന ഒരു കാര്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ ആ കാട് പിടിച്ച് കിടക്കുന്ന പറമ്പിന് നടുവിൽ മൂർഖം പാമ്പും അണലിപ്പാമ്പും പെറ്റ് കിടക്കുന്ന ആ വീട്ടിൽ താമസിക്കുക എന്ന് പറയുന്നതിൽ എന്ത് കൃതം എന്ന് എൻ്റെ ചേട്ടൻ എന്നോട് ചോദിക്കാറുണ്ട്. പക്ഷേ അങ്ങനെ അവിടെ ആ കാറ്റടിച്ച് ജീവിക്കുന്നതിൽ ചില പ്രത്യേക സുഖമുള്ള മനുഷ്യരുണ്ട്. അങ്ങനെയും ചില മനുഷ്യരൊക്കെ ഈ ഭൂമുഖത്ത് ഇങ്ങനെ ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ നാട് എനിക്ക് പ്രിയപ്പെട്ടതാണ്. ഈ നാട്ടിൽ നിന്ന് സംഭരിച്ച ഊർജത്തിൻ്റെ പച്ചയിൽ ജീവിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ആ പച്ചപ്പുമായി ഒടുങ്ങിത്തീരുന്ന കാലം വരെ ഇവിടെ തന്നെ തുടരണം എന്നുള്ളതാണ്. ഒരു അമേരിക്കയും ഒരു ഡൽഹിയും ഒരു മഹാനഗരവും എന്നെ ഇടത്തമ്പറമ്പിനേക്കാൾ പ്രമിപ്പിക്കുന്നില്ല, കൊതിപ്പിക്കുന്നില്ല, രസിപ്പിക്കുന്നില്ല. അന്ത്യം വരെ ഇടത്തമ്പറമ്പുകാരനായി തന്നെ ജീവിക്കണമെന്നുള്ളതാണ് ആഗ്രഹം. അത് ആഗ്രഹിക്കുന്നിടത്ത്, ഇച്ഛിക്കുന്നിടത്ത് നമ്മുടെ ജീവിതം നമ്മളെ കൊണ്ടുചെന്ന് കെട്ടണമെന്നില്ല. പക്ഷേ എൻ്റെ ആഗ്രഹം അതാണ്. അതുകൊണ്ട് തന്നെ ഈ മണ്ണാണ് എൻ്റെ ജീവൻ, എൻ്റെ ജീവിതം. ഈ മണ്ണിൽ തന്നെ ഊർജം വലിച്ചൂറ്റിയെടുത്ത് ഒരു മരമായി നിലനിൽക്കുക എന്നുള്ളതാണ്. പട്ടുപോകുന്ന കാലം വരെ, മറിഞ്ഞു വീഴുന്ന കാലം വരെ ഈ മണ്ണിൻ്റെ മാറിൽ നിന്ന് ഊർജം വലിച്ചുകൊണ്ട്, ഈ നാടിൻ്റെ ചൂടിൽ നിന്ന് സൂര്യപ്രകാശം ചെടികളിൽ ഫോട്ടോസിന്തസിസ് നടത്തുന്നത് പോലെ ഊർജം, ജീവിതത്തിൻ്റെ ഊർജം സംഭരിച്ചുകൊണ്ട് തുടരാനാണ് ആഗ്രഹം. മറ്റൊന്നും ഔപചാരികമായി പറയാനില്ല. എല്ലാവർക്കും ഓണം കഴിഞ്ഞെങ്കിലും ഓണത്തിൻ്റെ ആശംസകൾ. ഓണം കഴിയുന്നില്ലല്ലോ, നമ്മുടെ ജീവിതങ്ങളും കഴിയുന്നില്ലല്ലോ. സുന്ദരമല്ലേ നമ്മുടെ സുഹൃത്തുക്കളല്ലേ ഞാനും നീയും എന്ന് പറയുന്ന കവിവാക്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാ നാട്ടുകാരെയും, ഈ നാടിനെയും നെഞ്ചിൽ ചേർത്തുകൊണ്ട്, മാറോട് ചേർത്തുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. തുടർന്ന് ഓണക്കളികൾ അരങ്ങേറി. അസോസിയേഷൻ അംഗങ്ങൾ കൈമെയ് മറന്ന് ഓണക്കളികൾക്ക് കൂടി. സമാപനത്തോടനുബന്ധിച്ച് നടന്ന പൊൻകുന്നം റസികയുടെ കരോക്കെ ഗാനമേളയും ഹൃദ്യമായി. കുട്ടികളും യുവാക്കളും മുതിർന്നവരും ഉൾപ്പെടെ ആടിപ്പാടി ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി.
ഓണാഘോഷത്തോടനുബന്ധിച്ച് നിർധന കുടുംബങ്ങൾക്ക് ഓണസമ്മാനം അവരുടെ വീടുകളിൽ എത്തിച്ച് അസോസിയേഷൻ ഭാരവാഹികൾ നൽകിയിരുന്നു. കൂടാതെ കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ഓണസമ്മാനങ്ങളും നൽകി. ഒന്നാം സമ്മാനമായി മൈസൂർ ഗോൾഡ് ജ്വല്ലറി നൽകിയ സ്വർണ്ണമോതിരവും, രണ്ടാം സമ്മാനമായി S&S മൊബൈൽ നൽകിയ സ്മാർട്ട് വാച്ചും, മൂന്നാം സമ്മാനമായി ന്യൂ റോയൽ ഫർണിഷിംഗ് നൽകിയ മെത്തയും വിജയികൾക്ക് കൈമാറി. 200ഓളം കുടുംബങ്ങൾ അംഗങ്ങളായ ഇടത്തംപറമ്പ് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ ഒന്നിച്ചാൽ ശക്തി ഒന്നിച്ചാൽ പുരോഗതി എന്ന ആശയവുമായി മുന്നോട്ട് പ്രയാണം തുടരുകയാണ്. ഒരു വീട്ടിലടുപ്പ് പുകഞ്ഞാൽ മറുവീട്ടിൽ പശയില്ലാർന്നേ, ഒരു കണ്ണു കലഞ്ഞു നിറഞ്ഞാൽ ഓടിവരാൻ പലരുണ്ടാർന്നേ, നാടെങ്ങും മതിലില്ലാർന്നേ, നടവഴിയിടവഴി 100ഉണ്ടാർന്നേ, 4 മണിപ്പൂവുണ്ടാർന്നേ, നല്ലൊരു ചൊല്ലിനു വിലയുണ്ടാർന്നേ, അന്നും പല മതമുണ്ടാർന്നേ, അതിനപ്പുറം അൺപുണ്ടാർന്നേ, അന്നും പല മതമുണ്ടാർന്നേ, അതിനപ്പുറം അൺപുണ്ടാർന്നേ, നിന്റെ പടച്ചോൻ എന്റെ ഭഗവാൻ എന്നുള്ളൊരു തല്ലില്ലാർന്നേ, നിന്റെ പടച്ചോൻ എന്റെ ഭഗവാൻ എന്നുള്ളൊരു തല്ലില്ലാർന്നേ. ആ നാടിനെ കണ്ടവരുണ്ടോ? എങ്ങോട്ടത് പോയറിവുണ്ടോ? ആ നാട് മരിച്ചേ പോയോ? അത് വെറുമൊരു കനവാർന്നോ? ആ നാട് മരിച്ചേ പോയോ? അത് വെറുമൊരു കനവാർന്നോ?